ബോധത്തിലെ ഒരു നാമരൂപഭ്രമമാണ് ക്രിസ്തുവും നബിയും ബുദ്ധനും എല്ലാവരും. നാമരൂപങ്ങളുണ്ടോ ബോധത്തിലെ ഭ്രമം. എല്ലാ നാമരൂപങ്ങളിലും വസ്തുബോധം മാത്രം. വളയിലും മാലയിലും മോതിരത്തിലും ഒക്കെ വസ്തു സ്വർണം മാത്രം. നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് പുതിയ വസ്തു അണുപോലും ഉണ്ടാവുന്നില്ല. ഇതോർമ്മിച്ച് അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ വികൃതമെന്നോ സുന്ദരമെന്നോ ഒരു വ്യത്യാസമില്ല. ഒരേ സ്വർണം കൊണ്ട് കടുവയുടെയും ഗുരുവായൂരപ്പന്റെയും രൂപമുണ്ടാക്കി മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് വെക്കുക. രണ്ട് രൂപം കാണുന്നു, രണ്ടിലും വസ്തു സ്വർണം. അതുകൊണ്ട് നല്ലതെന്നോ ചീത്തയെന്നോ വിഭജിക്കാതെ ബോധത്തെ, ബ്രഹ്മത്തെ, ശാസ്ത്രീയമായ ഈശ്വരനെ കണ്ടെത്തുക. എന്തിലും, ഏത് വൈകൃതത്തിലും, ഏത് വൈരൂപ്യത്തിലും, ഏത് സൗന്ദര്യത്തിലും ഈശ്വരൻ മാത്രമുള്ളത്. മറ്റൊക്കെ നാമരൂപഭ്രമം. എപ്പോഴും അത് ഓർമ്മിക്കുക. ശാസ്ത്രീയമായ ഈശ്വരതത്വം, അഖണ്ഡ ബോധം, അതുതന്നെയാണ് ബ്രഹ്മം. അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല.